കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങുമ്പോഴും നടപടിയില്ലാതെ നഗരസഭ. മഴക്കാലപൂർവ്വ ശുചീകരണമടക്കം പാളിയെങ്കിലും തോരാതെ മഴ പെയ്തതാണ് വെള്ളക്കെട്ടിനും പ്രതിസന്ധിക്കും കാരണമെന്നാണ് നഗരസഭയുടെ നിലപാട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലെ ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. 44 ഇടങ്ങളിൽ പ്രകൃതി ദുരന്ത സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിലേക്ക് രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. നമുക്ക് വിവരങ്ങൾക്കായി പോകാം പ്രതിനിധികളിലേക്ക്. നമുക്കൊപ്പം ചേരുന്നു സുനിഷ അയല്ലൂർ തിരുവനന്തപുരത്ത് നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ, കോട്ടയത്ത് നിന്ന് PR പ്രവീണ, ഒപ്പം ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാടും ആലപ്പുഴയിൽ നിന്ന് R ശ്രീജിത്തും. നമുക്ക് വിവരങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. നമുക്ക് ആദ്യം സുനിഷ അയല്ലൂരിലേക്ക് പോകാം. സുനിഷ അയല്ലൂർ, സുനിഷ, തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം? മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. തലസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയിൽ അത്ര ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണോ? നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എന്താണ് അവസ്ഥ? സുജയ, രാവിലെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് കണ്ടതാണ്. അതേ അവസ്ഥ തന്നെയാണ്. ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴ ചെറുതായി ഒന്ന് തോർന്നിരുന്നു നേരത്തെയൊക്കെ. അതേ രീതിയിലാണ് ഇപ്പോൾ. ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ റോഡ് എന്താണ് കുളമായി നിൽക്കുന്നത്. ഇത് തന്നെയാണ് നിലവിൽ തിരുവനന്തപുരത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നഗരത്തെ പല റോഡുകളും ഇതേ രീതിയിൽ, ഒരുപക്ഷെ ഈ കാണുമ്പോൾ എൻ്റെ ഈ ആൾപ്പൊക്കത്തിൽ മാത്രമേ വെള്ളമുണ്ടാകൂ, അതായത് കാലിൻ്റെ അത്ര മാത്രമേ വെള്ളമുണ്ടാകൂ. പക്ഷേ അങ്ങോട്ട് പോകുന്തോറും, ഒരുപക്ഷെ ആ വാഹനം പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, അങ്ങോട്ടേക്ക് പോകുന്തോറും ഈ ആഴം കൂടുന്നു എന്നുള്ളതാണ്. ഈ റോഡിലൂടെ നടക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതേ രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നു, വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു എന്നതാണ്. നിലവിൽ മഴയില്ലാത്തൊരു പശ്ചാത്തലത്തിൽ പോലും ഇതാണ് അവസ്ഥ. നേരത്തെ ഈ രാവിലെയൊക്കെ വെള്ളക്കെട്ട് ഇതിലും അധികമായിട്ടുണ്ടായിരുന്നു. ഈ മുട്ടത്തറ ഭാഗത്താണ് ഞാനുള്ളത്. ഇവിടെ പല വീടുകളിലും വെള്ളം കയറിയിട്ട് നമുക്ക് പോകുമ്പോൾ ഏതാണ് റോഡ്, ഏതാണ് ഈ തോടായി നിൽക്കുന്നത് എന്ന് മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പോകുന്ന ഇടവഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ വീട്ടുകാരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് ഇവിടെ നിന്നും പ്രധാനമായിട്ടും കാണിക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ ഞാൻ നടന്നു പോകുന്ന ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയാൽ, ഇവർ പറഞ്ഞിരുന്നു, നേരത്തേക്ക് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, മലിനജലമാണ്. ഒന്നാമത് ഈ ഓടയൊക്കെ, ഇവിടെ ഓടകളുടെയൊക്കെ ഇത് കാണാൻ, ഈ ഓടയൊന്നും പക്ഷെ കൃത്യമായി വൃത്തിയാക്കുന്ന നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. കാരണം അപ്പുറത്തൊരു തോടുണ്ട്, പക്ഷേ തോട് വൃത്തിയാക്കേണ്ട കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. തോടിന് സുഗമമായി ഒഴുകിപ്പോകാനുള്ളൊരു സാഹചര്യം പോലും ആദ്യം മുതലേ തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളക്കെട്ടായതുകൊണ്ടാണ് കൂടുതൽ പേരെ ഒന്നും ഇങ്ങോട്ടേക്ക് കാണുന്നില്ല. നമ്മൾ കുറേ നാട്ടുകാരെയൊക്കെ നോക്കി എല്ലാവരും വീട്ടിനകത്ത് നിൽക്കുകയാണ്. കാരണം പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല, ഈ വെള്ളം താണ്ടി വേണം ഒന്ന്. സുനിഷയ്ക്ക് ഒരു ഫൈബർ ബോട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഒരു പ്രേക്ഷകൻ. മിക്കവാറും അത് വേണ്ടി വരും. അത് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം നടന്നു പോകാൻ പറ്റില്ല, വണ്ടിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ടോ തോണിയോ കിട്ടിയാൽ കൃത്യമായി അതുവരെ പോയി വരാം എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു ദിവസം ഒരു മഴ 3 മണിക്കൂർ നിർത്താതെ പെയ്താൽ ഈ തലസ്ഥാന നഗരത്തിലെ പല ഇടങ്ങളിലെയും കാഴ്ച ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായി ഒരു ബോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും അഭിപ്രായം എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ് ഈ വെള്ളക്കെട്ട്. ഈ കാണുന്നതിലപ്പുറം കുറച്ചുകൂടി അങ്ങോട്ട്, നേരത്തെയൊക്കെ രാവിലെയൊക്കെ വീടിനകത്തൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ മഴ കുറഞ്ഞതുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും വെള്ളം വലിഞ്ഞിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തലസ്ഥാനത്തെ ഒരു സംബന്ധിച്ചിടത്തോളം വെള്ളക്കെട്ട് പൊതുവെ സാധാരണ രീതിയിൽ തന്നെ ശക്തമായി മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്മാർട്ട് റോഡിൻ്റെ കൂടി പണി നടക്കുന്നതുകൊണ്ട് കുറേ കുഴികൾ പലയിടത്തും കുഴിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അത് മറ്റൊരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഈ കുഴിയിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ വലിയ രീതിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ, വാഹനത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയുണ്ട്. ഇനിയിപ്പോ ഞാൻ റോഡ് മാത്രമാണ് നിലവിൽ കാണിച്ചത്. പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകാം. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ അവിടെ തയ്യാറാണ്. പ്രവീൺ, പത്തനംതിട്ടയിലാണ് ഇപ്പോൾ മഴ കനക്കുന്നത്. പ്രകൃതി ദുരന്തത്തിനുള്ള സാധ്യത കൂടി വിലയിരുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? മുന്നൊരുക്കങ്ങൾ എങ്ങനെ?
സുജയ, 2018 മഹാപ്രളയത്തിന് ശേഷമാണ് ചെറിയ ഒരു മഴ പെയ്താലും പത്തനംതിട്ടക്കാർക്ക് പേടിയാണ് എന്ന് പറയാം. അതിൻ്റെ കൂടെയാണ് ഈ റെഡ് അലർട്ട് ഉൾപ്പെടെയുള്ള അലർട്ടുകൾ, വിവിധ അലർട്ടുകൾ വന്നിരിക്കുന്നത്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അലർട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഗ്രാമനിവാസികളെ സംബന്ധിച്ചൊക്കെ ഇപ്പോഴും ഒരു അവർക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഈ മാധ്യമങ്ങളൊക്കെ കൂടുതലും റെഡ് അലർട്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആളുകൾ കൂടുതലും മുൻകരുതലുകളൊക്കെ എടുക്കുന്നതും ഒപ്പം തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടൊക്കെ മാറി താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നേരത്തെയൊക്കെ വെള്ളം കയറുമെന്ന് പറഞ്ഞാലും ആരും വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു രീതിയില്ലായിരുന്നു. പക്ഷേ 2018 ആ പ്രളയത്തിന് ശേഷമാണ് മലയാളികളാകെ മാറിയത്. ഇപ്പോഴും പത്തനംതിട്ടക്കാരെ സംബന്ധിച്ച് നദികളിൽ വെള്ളം ഉയരുമ്പോഴാണ് ആളുകൾക്കൊരു ആശങ്കയുള്ളത്. പമ്പാ നദിയിലും മണിമലയാറിലും അച്ചൻകോവിലാറിലും ഒക്കെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുമ്പോൾ ഉള്ള ഒരു ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. അതും പത്തനംതിട്ടയെ സംബന്ധിച്ച് മലയോര മേഖലയാണ്. ഒരു 6 മണിക്കൂറോളം തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ 3 നദികളിലും വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ മണിക്കൂറുകളോളമൊന്നും മഴ തുടർച്ചയായി പെയ്യുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തിരുവല്ലയിലും മഴ ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ശരി പ്രവീൺ, നമുക്കൊന്ന് പ്രവീണയിലേക്ക് പോകാം. പത്തനംതിട്ടയ്ക്ക് തൊട്ടടുത്തുള്ള കോട്ടയത്തും ഈ വെള്ളം ഒഴുകിയെത്തുമ്പോൾ റോഡുകൾ വെള്ളത്തിലടിയിലാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പ്രവീണ, കോട്ടയത്ത് എങ്ങനെ മഴ പെയ്യുന്നുണ്ടോ അതോ കഴിഞ്ഞ ദിവസത്തെ പെയ്ത്തൊക്കെ നിർത്തി അന്തരീക്ഷമൊക്കെ ഇപ്പോൾ തെളിഞ്ഞോ? ഇപ്പം സുജയ ചോദിച്ചതിന്റെ പേരിലാന്ന് തോന്നുന്നു ഇപ്പം ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം മഴ ഇല്ലായിരുന്നു. രാവിലെ കുറച്ചു നേരം മഴയുണ്ടായിരുന്നു. അങ്ങനെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിലും തുടർച്ചയായ മഴ ഇല്ലാത്തതിനാൽ തന്നെ നിലവിൽ എവിടെയെങ്കിലും വെള്ളക്കെട്ടോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ റെഡ് അലേർട്ട് കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലകളിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെ യാത്രയും ഇന്നും നാളെയും നിരോധിച്ചിട്ടുണ്ട്. രാത്രി യാത്ര വേണ്ട എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ മറ്റ് സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളക്കെട്ട് പ്രശ്നങ്ങളോ മഴയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കെടുതികളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. എല്ലാവരോടും ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും തന്നെ ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും കൃത്യമായി ഡ്യൂട്ടിക്കുണ്ടാകണമെന്നുള്ള നിർദ്ദേശവും കളക്ടർ നൽകിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലെയും സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രവീണ, നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. സന്ദീപ് രാജാക്കാട്, ഇടുക്കിയിൽ എങ്ങനെ മാനം തെളിഞ്ഞോ? ടൂറൊക്കെ നടത്തി അവസാനമായി പാക്കപ്പ് ആകുന്ന ഒരു സമയമാണല്ലോ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ. എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഇടുക്കിയിൽ എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒരു ചെറിയ മൂടലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മഴ നന്നായി തന്നെ തുറന്നു നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇടവിട്ട് ചില സമയങ്ങളിലൊക്കെ മഴ പെയ്യുന്ന അവസ്ഥയുമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ ഇടുക്കിയിൽ ഉണ്ടാകുന്ന മഴയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ആ തരത്തിൽ ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു മഴയുടെ സാഹചര്യം ഇപ്പോൾ ഇടുക്കിയിലില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ഉള്ള ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള യാത്രകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മൂടൽമഞ്ഞ് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒപ്പം തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴാനും ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കൂടുതലായും വനപ്രദേശങ്ങളിലൂടെയൊക്കെയാണ് ഇടുക്കിക്കുള്ളിലേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് നേര്യമംഗലം പാലം കഴിഞ്ഞാൽ അടിമാലിയിലേക്ക് എത്തുന്ന സമീപത്ത് വരെ കാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകുന്നതും ഒപ്പം തന്നെ ദേവികുളം, ദേശീയപാത കടന്നു പോകുന്ന ദേവികുളം റൂട്ടിലും ഒക്കെ കാട നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഇവിടെ എല്ലാം തന്നെ മണ്ണിടിച്ചൽ സാധ്യതയും ഒപ്പം തന്നെ ഈ മരം വീണുള്ള വലിയ അപകടങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് രാത്രികാല യാത്രാ നിരോധനം നിലനിൽക്കുന്നത്. പ്രധാനമായിട്ടും റെഡ് അലർട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പ് നാളെയും റെഡ് അലർട്ട് ആണ് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തി. ശരി സന്ദീപ് രാജാക്കാട്, ക്രമീകരണങ്ങൾ ഒപ്പം രാത്രിയാത്രാ നിരോധനമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇടുക്കിയിൽ. ആലപ്പുഴയിലാകട്ടെ റെഡ് അലർട്ട് പിൻവലിച്ചതിന്റെ ആശ്വാസത്തിലാണോ ആർ ശ്രീജിത്ത്? വരെ പല പ്രദേശങ്ങളിലും നല്ല മഴയാണ്. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളായ കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ മേഖലകളിലാണ് വലിയ തോതിൽ മഴ രാവിലെ പെയ്തത്. ആലപ്പുഴ ജില്ലയിലെ മഴ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ദേശീയപാത 66-ലാണ്. അരൂർ മുതൽ ഇങ്ങ് ഓച്ചിറ ഡിസ്ട്രിക്ട് ബോർഡർ വരെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഹൈവേയുടെ പണി നടക്കുകയാണ്. ഈ പണി നടക്കുന്ന ഘട്ടത്തിൽ ഈ പലയിടത്തും ഒറ്റവരിപ്പാതയായിട്ടാണ് വാഹന ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായത് മൂലം വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് ദേശീയപാത 66 ഉണ്ടായത്. അമ്പലപ്പുഴ
പായൽക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് ഈ സമാനമായ രീതിയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായി. അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളിക്കടുത്ത് ഒറ്റപ്പുന്ന ക്ഷേത്രത്തിന് സമീപവും മറ്റ് കടന്നുപോകുന്ന സമാന്തരപാത വെള്ളം കയറിയതിനാൽ ഒറ്റവരിപ്പാതയായി ഗതാഗതം വിട്ടതുമൂലം അവിടെ വലിയ തോതിൽ ബ്ലോക്ക് ഉണ്ടായി. ഇങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് മൂലമുള്ള ബ്ലോക്കുകൾ രൂപപ്പെട്ടിരുന്നു. ഇതാണ് ഇന്ന് ഉണ്ടാക്കിയ മഴക്കെടുതി എന്ന് പറയുന്നത്. മറ്റാതെ കുട്ടനാട്ടിലോ അല്ലെങ്കിൽ മറ്റ് പരിസര പ്രദേശങ്ങളിലോ ഒന്നും ഇതുവരെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെതായ അപായ സൂചനകളൊന്നുമില്ല. എന്നാൽ കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് കുട്ടനാട്ടിലെ ജലവിധാനം ഉയർത്തുന്ന സ്ഥിതി എല്ലായ്പ്പോഴും എല്ലാ കാലത്തെയും പതിവ് അതാണ്. എന്തായാലും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ മഴയെ ആശ്രയിച്ചായിരിക്കും കുട്ടനാട്ടിലേക്ക് കൂടുതൽ വെള്ളം എത്തുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുക. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങളൊപ്പം തത്സമയ കാലാവസ്ഥ അപ്ഡേറ്റ് ആണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി ചേർന്നു.